ഹലോ, ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? വൈക്കത്തോട്ടാണ്. നമുക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നെയും കണ്ണനെ വിളിച്ചിട്ടില്ല. പക്ഷെ നമ്മളങ്ങനെയാണല്ലോ, ചിന്നുവിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും എന്തായാലും പോവും. എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഉണ്ടാവും. അതങ്ങനെയാണ് എല്ലാ പരിപാടിക്കും കേട്ടോ. എന്ത് പരിപാടിയായാലും അങ്ങനെയാണ്. നമ്മൾ വിളിച്ചിട്ടില്ലെങ്കിൽ അവരുടെ അടുത്ത് പറയും ഞങ്ങളുടെ കൂടെ രണ്ടുപേരും ഉണ്ടാവും കേട്ടോ എന്ന് പറയും. അങ്ങനെയാണ് എല്ലാ പരിപാടിക്കും. അപ്പോൾ വൈറ്റ് ഗേറ്റിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇങ്ങോട്ടാണ് വന്നത്. നമുക്ക് എവിടെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ വൈറ്റ് ഗേറ്റിൻ്റെ സൈഡിൽ അവരുടെ തന്നെ വേറൊരു ചെറിയ കൺവെൻഷൻ സെൻറ്റർ പോലത്തെ സംഭവമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെന്നു. അപ്പോൾ ആ കസേരയൊക്കെ ഇട്ടൊക്കെ ഉണ്ടെന്നറിയോ, അവിടെ എന്തോ കല്യാണ പരിപാടി ഉണ്ട് നാളെ. അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെ കസേരയൊക്കെ ഇട്ടിരിക്കാൻ തോന്നണേ. ഞങ്ങൾ വന്ന പിന്നെ നല്ല ബെസ്റ്റ് ടൈമിലാണ്. ഇവർക്ക് 5 മണിക്കോ 6 മണിക്കോ അങ്ങോട്ട് പ്രോഗ്രാം തുടങ്ങിയിട്ടാ. നമ്മളവിടെ നിന്ന് പണ്ട് കടന്ന് വരണമെന്നുണ്ടെങ്കിൽ എന്തായാലും 1 മണിക്കൂർ കൂടുതൽ പിടിക്കും. പിന്നെ അതുമല്ല, ഇപ്പം മറ്റേ തുറവൂരൊക്കെ ഹൈവേ പണിയാലായതുകൊണ്ട് ഭയങ്കര ബ്ലോക്കാണ് നമ്മുടെ വീടിൻ്റെ വാതിക്കലൊക്കെ കേട്ടോ. മീൻസ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. എന്ന് വെച്ചാൽ അത്രയും വണ്ടി ഉണ്ടെന്ന്. ഇതാണ് ബർത്ത്ഡേ കാരം കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച പെങ്കൊച്ചാന്നായിരുന്നു. എന്നുവെച്ചാൽ കണ്ടപ്പോഴല്ല, കാണുന്നതിന് മുന്നേ പെങ്കൊച്ചാന്നായിരുന്നു ഞാൻ ആദ്യം കരുതിയിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ചിന്ന ക്ലാസ്സൊക്കെ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായത് കൊച്ചിൻ്റെ ബർത്ത്ഡേക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു ടോയ്യാണ് കേട്ടോ ഗിഫ്റ്റായിട്ട് വാങ്ങിയത്. അയ്യോ, അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി. ഒരു ടോയ് ആയിരുന്നു. പിന്നെ ഇവിടെ ഞങ്ങൾ വന്ന സമയം കൊണ്ട് തന്നെ മറ്റേ എന്താ പറയുക, ഞങ്ങൾ വന്ന ഭാഗ്യം ഞങ്ങൾക്ക് ബിരിയാണി കിട്ടിയത് തന്നെ. എൻ്റെ അവസ്ഥയൊക്കെ ഉണ്ടോ, എല്ലാം കഴിഞ്ഞിരുന്നു. കാരണം നമ്മുടെ കുറ്റാണല്ലോ, കാരണം നമ്മൾ താമസിച്ച് പോയി. പരിപാടി വെക്കുമ്പോഴേ വരണം. പിന്നെ ആരും തന്നില്ലെങ്കിൽ ഞാൻ തന്നെ എടുക്കുമെടാ എന്ന് പറഞ്ഞിട്ട് തന്നെ പോയി ഐസ്ക്രീം പൊട്ടിച്ചെടുക്കാൻ പോയപ്പോഴത്തേക്കും ആ ചേട്ടൻ വന്നിട്ട് വേഗം എടുത്തു കേട്ടോ. അതിൻ്റെ അണിയറ പ്രവർത്തകൻ ഞാനായിരുന്നു. താമ്പോൾ എടുത്തോടെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെന്നതാണ്. പിന്നെ കൊച്ചിൻ്റെ കുറച്ച് ക്ലോസപ്പ് ആയിട്ടുള്ള വീഡിയോസ് എടുക്കാമെന്ന് കരുതി. ഇവനാണെങ്കിൽ ഭയങ്കര ആക്റ്റീവായിട്ടോ, അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും. അവസാനം ഞങ്ങൾ കണ്ടപ്പോഴത്തേക്കും ഒരു കൈ കൊണ്ട് ടാറ്റ തന്നു, ഒന്ന് പൊയ്ക്കോടെ എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് 2 കൈ കൊണ്ട് ടാറ്റ തന്നു, ഒന്ന് പോടെ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ പോകത്തില്ല. കാരണം കൊച്ചിൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട്. കൊച്ചു പറഞ്ഞു ഒന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് ആര് കേൾക്കുന്നത്. അവസാനം പിന്നെ ഞങ്ങൾ എന്തായാലും ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി ടൈം വെറുതെ കളയണ്ട. കാരണം ഒത്തിരിയും കൂടി ലേറ്റ് ആകും. പിന്നെ അതുമല്ല, മാമിയുടെ വീട്ടിലൊന്ന് കയറണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കൊച്ചിൻ്റെ കുറച്ച് ക്യൂട്ട്നെസ് വീഡിയോ ഒക്കെ കണ്ട്, കൊച്ചിൻ്റെ കുറച്ച് ആക്ഷനൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നല്ല ഭംഗിയായിട്ടില്ല ഈ സ്റ്റേജെല്ലാം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട്. പിന്നെ അതല്ല, ഇതിൻ്റെ പുറത്ത് കുറേ ചെത്തി, പിന്നെ ഈ ചെത്തിയും ചെമ്പരത്തേക്ക് കണ്ട ഭ്രാന്തായതുകൊണ്ട് അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ മാമിയുടെ വീട്ടിലോട്ട് ചെന്നു. അവിടുത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടു. കുറച്ചേരം അവിടെ നിന്ന് കത്തി അടിച്ചതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നേ.